സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയിൽ ഒന്ന് തന്നെയാണ് ലഹരിയുടെ ദുരുപയോഗം. വളരെ വ്യാപകമായിട്ട് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ലഹരി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ പോർട്ടുകൾ വഴി വരുന്ന ലഹരിയുടെ അളവ് അറിയുന്നത് നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിനെതിരെ അതിശക്തമായ രീതിയിലുള്ള ബോധവൽക്കരണം അനിവാര്യമാണ്. സർക്കാർ ഏജൻസികളോ എക്സൈസോ പോലീസോ മാത്രം വിചാരിച്ചാൽ തടയാൻ കഴിയുന്നൊരു സംഗതിയല്ല ഇത്. പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ വ്യാപകമായ അവബോധമുണ്ടാക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും ബാധിക്കുന്ന വിഷയമാണെന്നും ഈ രാജ്യത്തെ ബാധിക്കുന്ന വിഷയമാണെന്നും നമ്മുടെ അടുത്ത തലമുറയെ ബാധിക്കുന്ന വിഷയമാണെന്നുള്ള ബോധം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ആ ബോധവൽക്കരണം കൊണ്ട് മാത്രമേ നമുക്കിതിനെ തടഞ്ഞു നിർത്താൻ കഴിയൂ. ഈ നമ്മൾ ഗഞ്ചാവ്, അതുപോലെ തന്നെ ലിക്കർ, മദ്യം എന്നതിനേക്കാൾ അപകടകരമാകുന്ന രീതിയിൽ ഈ സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗം വളരെ വ്യാപകമായി നമുക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാക്കുന്ന അപകടം തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ തലമുറ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ ഒരു മീഡിയ എന്ന നിലയിൽ റിപ്പോർട്ടർ ചാനൽ തുടങ്ങി വെച്ച ഈ പ്രോഗ്രാം, ഈ ലഹരിക്കെതിരെയുള്ള യുദ്ധം വളരെ പ്രധാനപ്പെട്ടതാണ്, ചരിത്രപരമാണ്. തീർച്ചയായും ഈ സംരംഭത്തിന് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ രംഗത്ത് മനുഷ്യർ ഇടപഴകുന്ന ഒരാളെന്ന നിലയിൽ, സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ ദൗത്യം എല്ലാ ഘട്ടങ്ങളിലും തുടർന്നു പോകണം. ഇതുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ സർക്കാരിനെയും ജനങ്ങളെയും ബോധവാന്മാരാക്കുന്നതിലും അത്തരം പ്രതികളെ കണ്ടെത്തുന്നതിലും പിടിക്കുന്നതിനും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് പ്രത്യേകിച്ച് നമ്മൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സോഴ്സുകൾ വെളിവാകാതിരിക്കണം. അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് വരുന്ന രീതിയും വഴികളൊക്കെ പരസ്യപ്പെടുത്താൻ കഴിയില്ല. ചില ജാഗ്രതകൾ മാധ്യമപ്രവർത്തകരായാലും അഭിഭാഷകരായാലും എല്ലാവരുടെ ഭാഗത്ത് ഉണ്ടാകണം. തീർച്ചയായും ഇങ്ങനെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്ന ആൾക്കാർക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വവും നമുക്കെല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്.